ഗായ്സ്, ഇന്നത്തെ ഒരു വീഡിയോ കണ്ടാലോ? ഇന്ന് നമുക്ക് മുതിര വിളയിക്കാം. നമ്മൾ ചെറുപയർ വിളയിച്ചത്, അവൽ വിളയിച്ചത് അതുപോലെയൊക്കെ തന്നെ ഏകദേശം സാമ്യമുള്ളതാണ്. പക്ഷെ എനിക്കിതിലൊരു അബദ്ധം പറ്റി, അത് ഞാൻ പിന്നെ പറയാം. അപ്പം നമുക്ക് ആവശ്യമായിട്ട് മുതിര വേവിച്ച് വയ്ക്കുക, പിന്നെ അതിൽ ശർക്കര പാനി ഉണ്ടാക്കി വയ്ക്കുക, നാളികേരം ചിരകി വയ്ക്കുക, ഏലക്കപ്പൊടി ഉള്ളവർ ഏലക്കപ്പൊടി ഇടുക. പിന്നെ നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല. വേണമെങ്കിൽ അണ്ടിപ്പരിപ്പുള്ളവർ അണ്ടിപ്പരിപ്പിടുക, വറുത്തിട്ടിടുക നെയ്യിൽ. പിന്നെ കപ്പലണ്ടി ഉള്ളവർ അങ്ങനെ ഇടാം. നമ്മൾ മുതിര വേവിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മളതിലേക്ക് ശർക്കര പാനി ഒഴിച്ച് നല്ലതുപോലെ നമ്മളത് വറ്റിച്ചെടുക്കുക. ശർക്കര പാനി നമ്മൾ നല്ലതുപോലെ ഇളക്കി വറ്റിച്ച് അതിലേക്ക് നാളികേരം ചേർത്ത്, ഈ സമയത്ത് നമുക്ക് ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കാം. എൻ്റെ കയ്യിൽ ഏലക്കപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഏലക്കാപ്പൊടി ഇട്ടില്ല. അങ്ങനെ നമ്മളതിങ്ങനെ നന്നായി ഇളക്കി വറ്റിച്ചെടുത്തു. അത് കഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, കപ്പലണ്ടി എന്ത് വേണമെങ്കിലും നമുക്ക് നെയ്യിൽ വറുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ അവൽ വിളയിക്കുന്ന പോലെ തന്നെ ചെറുപയർ ഇതേപോലെ ഞാൻ വിളയിച്ചിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബായ്. ഇതിൽ നമ്മൾ അബദ്ധം പറ്റിയത് എന്താണെന്ന് പറഞ്ഞില്ല. ചെറുതായിട്ട് മധുരം കൂടിപ്പോയി ഗൈസ്.